നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് 118 സബ് ഇൻസ്പെക്ടർമാർ സേനയിലേക്ക് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ 15 പേര് വനിതകളാണ് ഈ പറയുന്ന 118 പേരിൽ. FTech BTech അതുപോലെ തന്നെ MBA ബിരുദധാരികളൊക്കെ ഈ പറയുന്ന സേനയിലുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ മാർച്ച് 16 തൃശ്ശൂർ രാമപുരം പരേഡ് ഗ്രൗണ്ടിൽ വെച്ച് ചേർന്ന സബ് ഇൻസ്പെക്ടർ പാസിംഗ് ഔട്ട് പരേഡിലാണ് ഈ പറയുന്ന 118 സബ് ഇൻസ്പെക്ടർമാര് പാസിംഗ് ഔട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ കേരള പോലീസിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വരുന്ന വാർത്തകൾ എന്ന് പറയുമ്പോൾ നിലവിലത്തെ ലിസ്റ്റിലെ ശുപാർശ എന്ന് പറയുന്ന 71 നിയമന ശുപാർശകൾ നിലവിൽ ഇതുവരെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾ 14 ഒഴിവുകൾ മാത്രമാണ് ഇതുവരെ സബ് ഇൻസ്പെക്ടറിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മൗണ്ടഡ് പോലീസ് അതിന്റെ കാര്യക്ഷമതാ പരീക്ഷയിൽ പകുതിയിലേറെ പേര് പുറത്തെന്നാണ് പറയുന്നത്. ഒഴിവുകൾ 14 ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്നവരുടെ എണ്ണം 20 പേരാണ്. ഓക്കെ, ആദ്യ നിയമനത്തിലെ ആളില്ലാത്ത ലിസ്റ്റാണ് ഈ പറയുന്ന മൗണ്ടഡ് പോലീസിനകത്ത് നമുക്കിപ്പോൾ കാണാനായിട്ട് കഴിഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ പോലീസ് കോൺസ്റ്റബിളിന്റെ റാങ്ക് ലിസ്റ്റ് തീരാനായിട്ട് 3 ആഴ്ച മാത്രമാണ് സമയമുള്ളത്. നിയമനം 3-1 മാത്രമാണ് ഇപ്പൊ നടത്തിയിട്ടുണ്ടായിരുന്നത്. വളരെ മോശമാണ് കാര്യം. ഞാൻ പലയിടത്തും പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് ചുരുക്കുന്നതിൽ നമുക്ക് പരാതിയില്ല. പക്ഷേ ഈ പറയുന്ന റാങ്ക് ലിസ്റ്റ് ചുരുക്കിയതിന് ശേഷവും അതിലും വീണ്ടും 3-1 പേർക്ക് മാത്രം നിയമനം കൊടുക്കുന്നതിനോടൊട്ടും യോജിക്കാനായിട്ട് കഴിയുന്നില്ല. കാര്യം റാങ്ക് ലിസ്റ്റ് ചുരുക്കുന്നത് റാങ്ക് ലിസ്റ്റിലെ മൊത്തം പേർക്ക് ജോലി കൊടുക്കാനായിട്ടാണ് ഇന്ന് പല പ്രമുഖന്മാരും ഇവിടെ വാദൂരാതെ പ്രസംഗിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ കാര്യത്തിലേക്ക് അടുക്കുമ്പോഴത്തേക്കും വീണ്ടും അവർ കൈമലർത്തി കാണിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ പോലീസില് എന്തോ ഭാഗ്യവശാല് കരാറടിസ്ഥാനത്തിൽ ആൾക്കാരെ എടുക്കാൻ കഴിയാത്തതുകൊണ്ട് PSC വഴി മാത്രമേ പോലീസിൽ നിയമനം നടക്കുന്നുള്ളൂ എന്നൊരു നല്ലൊരു കാര്യം കൂടി ഇതിനകത്തുണ്ട്. എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് പലർക്കും മനസ്സിലായി കാണും. 2-3 ദിവസം കൊണ്ട് വരുന്ന വാർത്തകൾ ഈ പറയുന്ന കരാർ നിയമനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വാർത്തകളാണ് എന്ന് പറയുന്നത് വളരെ സങ്കടജനകമായിട്ടൊരു കാര്യം തന്നെയാണ്. അപ്പോൾ പോലീസ് കോൺസ്റ്റബിളിന്റെ റാങ്ക് ലിസ്റ്റ് തീരാനായിട്ട് 3 ആഴ്ച മാത്രം സമയം. നിയമനം 3-1 മാത്രം എന്നാണ് പറയുന്നത്. 6647 പേരുള്ള ലിസ്റ്റില് നിയമന ശുപാർശ ലഭിച്ചത് വെറും 2138 പേർക്കാണ്. ഇതിൽ 231 എന്തായാലും പോയി, NJD ആയിട്ട് പോയി. അതുപോലെ തന്നെ നമ്മുടെ ഓരോ ജില്ലയിലെയും ചില തിരുവനന്തപുരത്തെ റിപ്പോർട്ട് ഇതുവരെ ചെയ്തിട്ടില്ല, റിപ്പോർട്ട് അല്ലെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. നിയമന ശുപാർശകൾ 245 റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ 1442 പേരാണ്. മുൻ റാങ്ക് ലിസ്റ്റിലെ നിയമന ശുപാർശ എന്ന് പറയുന്നത് 718 പേരാണ് കേട്ടോ. 718 മുൻ റാങ്ക് ലിസ്റ്റിലത്. നിലവിലത്തെ നിയമന ശുപാർശ എന്ന് പറയുന്നത് 245. മലപ്പുറത്താണെങ്കിൽ നോക്കിയാൽ മനസ്സിലാവും 423 ഇപ്പോഴത്തത്. മുൻ റാങ്ക് ലിസ്റ്റിലാണെങ്കിൽ 887 പേരാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ എറണാകുളം KP1 223 പേര് മുന്നേ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ അത് 644 പേരാണ്. അതുപോലെ തന്നെ തൃശ്ശൂർ KP2 336 പേരാണ് നിലവിലുള്ളത്. കഴിഞ്ഞ തവണ അത് 662 പത്തനംതിട്ട ആണെന്നുണ്ടെങ്കിൽ 262 പേരുടെയാണ് നിലവിലുള്ളത്. കഴിഞ്ഞ തവണ 804 പേരായിരുന്നു. കാസർഗോഡ് ആണെന്നുണ്ടെങ്കിൽ 386 പേരുടെയാണ് നിലവിലുള്ളത്. കഴിഞ്ഞ തവണ അത് 642. ഇടുക്കിയാണെന്നുണ്ടെങ്കിൽ 293 പേരാണ് നിലവിലുള്ളത്. കഴിഞ്ഞ തവണ അത് 426. അങ്ങനെ ആകെ ഇത്തവണത്തെ നിയമന ശുപാർശകൾ എന്ന് പറയുന്നത് 2138. കഴിഞ്ഞ തവണ അത് 4783. അതില് ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം എന്ന് പറയുന്നത് 6647 കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഇത്തവണത്തെ കാര്യങ്ങളെല്ലാം പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഏത് ജോലിയാണെങ്കിലും ആദ്യത്തെ ഒരു 180-200 റാങ്കിനകത്തൊക്കെ വന്നാലേ ജോലി നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ KSEB മെയിൽ വിരമിക്കുന്നത് 1522 ജീവനക്കാരാണെന്ന് പറയുന്നുണ്ട്. ഒഴിവ് ചെയ്ത അല്ലെങ്കിൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്യാതെ ഉദ്യോഗാർത്ഥികളുടെ അവസരം നഷ്ടമാകുന്നു എന്ന് പറയുന്നുണ്ട്. KSEB ഇപ്പൊ എല്ലാം റിപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അത് കേട്ട് സന്തോഷിച്ചതാണ്. പക്ഷേ കാര്യത്തോടെ എടുക്കുമ്പോഴത്തേക്ക് വീണ്ടും ഇങ്ങനെ തന്നെ പറയുന്നു, പകരം നിയമനം വൈകും. സ്വാഭാവികമായിട്ടും പകരക്കാരായിട്ട് കയറാൻ പോകുന്നത് KSEB പഴയ പോലെ തന്നെ കരാറടിസ്ഥാനത്തിൽ വരുന്നവരായിരിക്കും. അതുപോലെ തന്നെ ജൂനിയർ ഇൻസ്പെക്ടറിന്റെ ഷോർട്ട് ലിസ്റ്റ് മുൻ ലിസ്റ്റിൽ നിന്ന് 488 പേര് കുറവാണെന്ന് പറയുന്നുണ്ട്. ലിസ്റ്റില് 843 പേരാണുള്ളത്. സിവിൽ എക്സൈസ് ഓഫീസറിന്റെ 1.92 ലക്ഷം പേര് അസാധുവാണെന്ന് പറയുന്നുണ്ട്. 3,32,889 അപേക്ഷകരില് കൺഫർമേഷൻ നൽകിയത് 1,40,40,000 പേര് മാത്രമാണെന്ന് പറയുന്നുണ്ട്. നല്ല കാര്യം. ആവശ്യമുള്ളവർ മാത്രം അപേക്ഷ കൺഫർമേഷൻ കൊടുക്കുക, ആവശ്യമില്ലാത്തവർ അപേക്ഷ കൺഫർമേഷൻ കൊടുക്കണ്ട. അടുത്ത് പറയുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ എറണാകുളം 49 നിയമനം കൂടി വരുന്നുണ്ട്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ കോട്ടയം 27 നിയമനം കൂടി വരുന്നുണ്ട്.
അതുപോലെ തന്നെ നമ്മുടെ അസിസ്റ്റന്റ് സർവകലാശാല ഓവർസിയറിലേക്ക് 15 നിയമനങ്ങൾ കൂടി നിലവിൽ കാണാൻ കഴിയുന്നുണ്ട്. UPSC കോഴിക്കോടിലേക്ക് 19 നിയമനം കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ 5 ജില്ലകളിലേക്ക് 78 പേർ കൂടി LDC നിയമനം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ LDC ആലപ്പുഴ, എറണാകുളം, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂര്. അതുപോലെ തന്നെ LGS എറണാകുളത്തിലേക്ക് 14 നിയമനങ്ങൾ കൂടി നിലവിൽ വരുന്നുണ്ട്. 9 സർവകലാശാലകളിലായിട്ട് 3422 പേരാണ് കരാർ അടിസ്ഥാനത്തിൽ ജീവനക്കാരെന്ന് പറയുന്നത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമിതനായത് 112 പേര് മാത്രം, 142 പേര് മാത്രം. ഈ പറയുന്ന 3422 പേരില് എംപ്ലോയ്മെന്റ് വഴി കയറിയത് എത്ര പേരാണ്? 142 പേര്. ബാക്കിയൊക്കെ എവിടെ കൂടിയാണ് കയറിയത്? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ മുന്നിൽ MG എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ 18 തസ്തികയിലേക്ക് നിയമനം PSC വഴിയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ കരാർക്കാര് കേരളത്തിലാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. നല്ല കാര്യങ്ങൾ തന്നെയാണ് നടക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തായാലും ഇനിയും എന്ത് ചെയ്യുക, കരാർ അടിസ്ഥാനത്തിൽ എല്ലാ മേഖലയിലും ആളെ കയറ്റുക. പോലീസിലും, എക്സൈസിലും, ഫയർഫോഴ്സിലും, അതുപോലെ തന്നെ നമ്മുടെ KS-ലും ഒക്കെ എന്ത് ചെയ്യുക, കരാർ അടിസ്ഥാനത്തിൽ ആളെ കയറ്റുക കേട്ടോ. നല്ല കാര്യം. അതുപോലെ തന്നെ നമ്മുടെ ആർമി അഗ്നിവീർ റിക്രൂട്ട്മെന്റ് റാലി അന്തിമ ഫലമായിട്ടുണ്ട്. ദേവസ്വം ബോർഡിലേക്ക് 28 നിയമനങ്ങൾ കൂടി വരുന്നുണ്ട്. ബിരുദതല പ്രിലിംസ്, നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ പരീക്ഷ മെയ് 27 ഡേറ്റ് ഒന്ന് ശ്രദ്ധിച്ചോളാം. ഡിഗ്രി പ്രിലിംസിന്റെ 2 ദിവസമാണ് എക്സാം വരുന്നത്. ഒന്നെന്ന് പറയുന്നത് മെയ് 24 ഫസ്റ്റ് ഫേസും, അതുപോലെ തന്നെ ജൂൺ 28 സെക്കൻഡ് ഫേസുമാണ് വരാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ പരീക്ഷകൾ വരാൻ പോകുന്നത്. സെറ്റ് പരീക്ഷ എഴുതിയിട്ട് 20% പേര് മാത്രമാണ് ജയിച്ചത്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ PSC നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞിട്ട് അടുത്ത ആഴ്ച കേരള PSC നടത്താൻ പോകുന്ന പരീക്ഷകളും ഇന്റർവ്യൂകളും കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGS നിയമനം, PSC അഡ്വൈസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് സിവിൽ എക്സൈസ് ഓഫീസറിന്റെ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, LPST മലപ്പുറം, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, LGS എറണാകുളം, അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ഒക്കെ നിലവിലത്തെ അഡ്വൈസ് അപ്ഡേറ്റിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളും അപ്ഡേറ്റുകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയും അപ്ഡേറ്റും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.